ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ രമേശ് ചേട്ടൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. തക്കം പാർത്ത് മൗഗ്ലിക്കുട്ടനും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഓടി വരികയാണ് കേട്ടോ. വണ്ടി ഇറക്കിയെന്ന് കാണുമ്പോൾ തന്നെ ഓടി ചെല്ലാണ്. ടാറ്റ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ രമേശ് ചേട്ടൻ പോയി. അപ്പോൾ റോഡ് നന്നാക്കിയ കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല റോഡായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ പോകാനായിട്ട്. പിന്നെ ഉച്ചതിരിഞ്ഞത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഉച്ചതിരിഞ്ഞതാ നമ്മൾ കോഴിമക്കളെയൊക്കെ അഴിച്ച് വിട്ടിട്ടുണ്ട്. കിണറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുകയാണ് കേട്ടോ. കുറേ നേരം ചിക്കി ചകഞ്ഞ് നടക്കും, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അവർ കളിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. എന്നാലും അധികം ഇലകളൊന്നും നമ്മുടെ ടൈലിലൊന്നും വീണിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ മാവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 കൊലയൊക്കെ പൂത്തതായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴക്കാരൊക്കെ വന്നപ്പോൾ അതൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാവിൽ ഒരു പൂങ്കൊലിയും ഇല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാവിൽ ചക്കകൾ കുഞ്ഞായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ കുഞ്ഞായിട്ടാണ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കോഴിമക്കൾ അവിടെ നിരന്നൊക്കെ നിൽക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറുകയും ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ വൈറ്റ് പൂവും യെല്ലോ പൂക്കളും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വയലറ്റ് പൂവ് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കുറേ ആയിട്ട് കാണുന്നില്ല കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് കുറച്ചേശേ ആയിട്ടുള്ളൂ. ഇനി നിറച്ചുണ്ടാവണം. പിന്നെ നമ്മളുണ്ടല്ലോ ഗ്രോ ബാഗിൽ പച്ചമുളകൊക്കെ വെച്ചിട്ട് അത് ഞാൻ പറിക്കാതെ വെച്ചും കഴിഞ്ഞിട്ട് പഴുത്ത് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. എല്ലാം പഴുത്തിരിക്കും എല്ലാത്തിലും. അപ്പോൾ മാത്രമാണ് കേട്ടോ ഞാനത് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇന്നും നനയ്ക്കുമ്പോൾ വിചാരിക്കും നനച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത് പറിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കും. നനച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ആ കാര്യമൊക്കെ മറന്നു കഴിഞ്ഞാൽ അടുത്ത ജോലിക്ക് ഓടും കേട്ടോ. അങ്ങനെ ഇപ്പോൾ 3-ാമത്തെ ദിവസമായപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെ കാണാതെ നിവർത്തിയില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് മുളക് നിൽക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചുണ്ടാക്കിയാൽ പോരാ അല്ലേ. സമയാസമയത്തിന് നമുക്കത് പറിച്ച് മാറ്റുകയും അതുപോലെ ആദ്യം പാവി മുളപ്പിക്കുകയും എല്ലാം നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു ചെടിക്ക് വേനൽക്കാലം ഇപ്പോൾ നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ആയിട്ട് ഈ പൂക്കൾ നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ പൂക്കൾ. നമ്മുടെ കയ്യിൽ 2 കളറുകളുണ്ട്. പക്ഷേ റെഡ് കളർ കാണാനായിട്ടില്ല കേട്ടോ. എവിടെയോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് അങ്ങനെ കാണുന്നില്ല കേട്ടോ. നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ കിട്ടുന്നതൊക്കെ വെച്ച് പിടിപ്പിക്കും. വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കാനായിട്ട് പറ്റാതാവുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോവും. പിന്നെ വീണ്ടും അടുത്ത പ്രാവശ്യം മഴ പെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ചതൊക്കെ തനിയെ മുളച്ച് പൊന്തി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ചില ഇനങ്ങളൊക്കെ അതിൽ കാണാതാവും. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ മുളകിന് നല്ല നീട്ടമുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നല്ല നീട്ടത്തിൽ തന്നെയാണ് വളർന്നു വന്നിരിക്കുന്നത് കേട്ടോ. പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് രമേശ് ചേട്ടൻ വരുന്ന ആ ഒരു സമയം നോക്കി കഴിഞ്ഞ് മൗഗ്ലി ആദ്യം തന്നെ കാറിൻ്റെ ഭാഗത്ത് കിടന്നുറങ്ങിയതാണ്. പിന്നെ ഇറങ്ങി 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 ഗേറ്റിൻ്റെ അവിടെ വരെ എത്തും കേട്ടോ. അപ്പോൾ അവരൊക്കെ സ്വപ്നം കാണുന്നത് മീൻ കൊണ്ടുവരുന്നൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്. അതിൽ 2 ചക്കയുണ്ട് കേട്ടോ. ഈ ചക്ക നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചക്ക പൊടിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടും ഇല്ല കേട്ടോ. ഇപ്രാവശ്യം കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. നമ്മുടെ നിക്കും സംഘങ്ങളൊക്കെ ഇവിടെ ആയിട്ട് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മുടെ ജോലികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫ്രീ ടൈമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തൊഴിലിന് നമ്മൾ പോകണം കേട്ടോ. അത് നമ്മൾ ചെയ്യാനായിട്ട് എന്തായാലും ശ്രമിക്കണം. എപ്പോഴും നമ്മൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൈ നീട്ടിയും കഴിഞ്ഞ് ഇപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ കൈ നീട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ചെറിയൊരു വരുമാനമെങ്കിലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ ലൈഫിൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ് കൊണ്ടുതരാം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാൻ കഴിയുന്നുള്ള ആ ഒരു വിശ്വാസവും നമുക്ക് അതൊരു വളരെ സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും ഒരു ചെറിയ കാശായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ജോലിയെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ കാണിക്കുന്നത് വൈകിട്ട് ഞാനും രജനിയും കൂടിയിട്ട് പച്ചമുളക് തോട്ടത്തിൽ വന്നും കഴിഞ്ഞിട്ട് നനയ്ക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് കുറച്ച് കൊള്ളികളും
പയറും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലടിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ഓലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാരണം നനവ് കുറച്ച് സമയം കൂടി അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. കാരണം നമ്മൾ കൂട്ടായി എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ഒരുമിച്ച് കൃഷിപ്പണിയിലൊക്കെ ഏർപ്പെടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ പല ജോലികളുണ്ടായിരിക്കും അല്ലേ, ഒരുമിച്ച് ചെയ്യുന്ന ജോലികളൊക്കെ. ഇപ്പോൾ ഗ്രോ ബാഗ് നിറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഒരുമിച്ചിരുന്നൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് അല്ലേ. സ്വന്തമായിട്ട് ഒരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ടാക്കുന്ന വ്യക്തികളോട് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് തന്നെയായിരിക്കും അല്ലേ. നമ്മുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, അവർക്കൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ട് എന്നുള്ള ആ ഒരു കണ്ണോട് കൂടി നോക്കുമ്പോൾ അതൊരു റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെയായിരിക്കും അവർ കാണാം അല്ലേ. അങ്ങനെ അവിടെ നിന്ന് വന്ന് പിന്നെ നമ്മുടെ കോഴിമക്കളെയൊക്കെ കൂട്ടിൽ കയറ്റി പിന്നെ അതാ നമ്മൾ ദീപമൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇനി വിളക്ക് വെക്കേണ്ട സമയമായതുകൊണ്ട് ഇരുട്ടൊക്കെ ഇങ്ങനെ പരന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവിലും പ്ലാവിലൊക്കെ കുയിലുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പോൾ നല്ല രസമാണ് അവരുടെ സൗണ്ട് കേൾക്കാനായിട്ട്. വെളുപ്പിനും അത് എഴുന്നേറ്റും കഴിഞ്ഞിട്ട് ഈ കുയിലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയുമോ. അങ്ങനെ നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് രമേശേട്ടനാണെങ്കിൽ വൈകിട്ട് വന്നപ്പോൾ അയല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയല മീനാണ് നമ്മൾ കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. കുറച്ച് വെക്കുകയും വേണം പിന്നെ വറുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ കറി ഇങ്ങനെ ഞാൻ ഒരു തക്കാളിയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നമ്മൾ വറുക്കാനായിട്ടും വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈ പാനിൽ വറുക്കുകയും വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ രാത്രി ഇന്ന് ഇതാണ് കറി. അങ്ങനെ രാത്രിയിലെ പാചകമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്റ്റൗവൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പാർട്സുകളൊക്കെ ഓരോന്നായിട്ട് ഊരിയെടുക്കാം. കഴുകാനുള്ളതൊക്കെ പാത്രം കഴുകുന്നത് പോലെ തന്നെ തേച്ച് കഴുകി എടുക്കാം കേട്ടോ. പിന്നെ സ്റ്റൗ ആണെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് നമുക്ക് മുക്കിയും കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ തുടച്ചിടാം. അത് സ്റ്റൗ തുടയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റൗ മാത്രം തുടച്ചാൽ പോരാ, സ്റ്റൗ പൊന്തിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിഭാഗം കൂടിയിട്ട് അടിഭാഗത്തെ ആ ഫ്ലോറും കൂടി നമ്മൾ തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിക്കോളും ആ ഭാഗം. അങ്ങനെ തന്നെ സ്റ്റൗവൊക്കെ പാർട്സുകളൊക്കെ ഞാൻ കഴുകി തുടച്ചും കഴിഞ്ഞിട്ട് ആദ്യമേ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെട്ടിത്തിളങ്ങി നല്ല ഭംഗിയിൽ നിൽക്കും. നേരം വെളുത്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും പാചകം ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി തരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും സ്റ്റൗ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഉറങ്ങാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പാട്ടൊക്കെ പാടി ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീടൊക്കെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുക. അതുപോലെ സെറ്റിയും അതുമേലത്തെ വിരികളൊക്കെ നീറ്റായിട്ട് ഇടുക. പിന്നെ ടീപ്പോയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടക്കി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രം കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നേരം വെളുത്ത് നമ്മൾ ഉറക്കപ്പിച്ചോട് കൂടിയിട്ട് വന്ന് നമ്മുടെ ഹോളൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തോന്നുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. ഓ ഭഗവാനെ, ഇന്ന് അധികം ജോലികളൊന്നും ഇല്ല അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ നമുക്ക് നമ്മുടെ ജോലികൾ നല്ല ഫ്രീ ആയിട്ട് സന്തോഷത്തോടും കൂടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. രാവിലെ വെച്ച പൂക്കളൊക്കെ വാടി ഇങ്ങനെ ഇരിക്കുക. ഇനി നേരം വെളുക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് പൂക്കളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.